പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് കപ്പ തിന്നാനൊരാഗ്രഹം വന്ന് കപ്പയ്ക്ക് വേണ്ടി പോയായിരുന്നു. കപ്പയ്ക്ക് മലയാളി കടകളിൽ ഒരു 5ാമത്തെ കടയിൽ പോയതിന് ശേഷമാണ് എനിക്ക് കപ്പ കിട്ടിയത്. 4 കടയിലും കപ്പ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വന്നില്ലെന്ന് പറഞ്ഞു. എന്തായാലും 5ാമത്തെ ലാസ്റ്റ് കടയിൽ നിന്ന് കപ്പ കിട്ടിയായിരുന്നു. അപ്പോൾ ഒരു മാങ്ങായും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വറക്കാൻ ഒരു മീൻ ഞാൻ കപ്പ വാങ്ങിക്കാൻ പോയപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ പേരെന്നാണെന്നറിയില്ല. നല്ല ടേസ്റ്റായിരുന്നു, സോഫ്റ്റായിരുന്നു ഭയങ്കര. പിന്നെ വേളൂരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളൂരി പറ്റിച്ചിട്ട് മാങ്ങ ഇട്ട് പറ്റിക്കാൻ വേണ്ടിയാണ് കപ്പയുടെ കൂടെ ഒരു മാങ്ങായും കൂടെ വാങ്ങിച്ചത്. അപ്പം അതിനകത്തേക്ക് എല്ലാം ഇട്ടു. മാങ്ങായും കാന്താരിമുളക് ഉണങ്ങിയതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പച്ചമുളകും തേങ്ങായും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ രസം കാച്ചുന്നുണ്ട്. അപ്പം രസം എല്ലാം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ലാസ്റ്റ് കായപ്പൊടിയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിരുന്നു ഇന്നത്തെ ഒരു ആഗ്രഹം. കപ്പ, മീൻ പറ്റിച്ചത്, രസം, മീൻ വറുത്തത്. അതിന് വേണ്ടിയിട്ടായിരുന്നു രാവിലെ ഇറങ്ങിയത് ഇതിന് വേണ്ടി. അപ്പം മീനും പറ്റിച്ചെടുത്തിട്ടുണ്ട്. പറ്റിക്കൊണ്ട് വരുന്നുണ്ട്. പറ്റാൻ ശകലം കൂടെ ഉണ്ട് കേട്ടോ. കപ്പ നന്നായിട്ട് വെന്തായിരുന്നു. നല്ല പുട്ട് പോലെ ഒരു തിളച്ചപ്പോഴേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും പുരട്ടി വെച്ചിട്ടുണ്ട്. മീനും എല്ലാം വറക്കാൻ അടപ്പയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതും എല്ലാം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 2-3 വേളൂരിയും കൂടെ വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കാമെന്ന് വെച്ചാൽ രസം ഏറെ ഒഴിക്കേണ്ടതുകൊണ്ട്. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ വെള്ള കളറിലെ പ്ലേറ്റ് ആകുമ്പോൾ രസം ഒഴിക്കുമ്പം സൈഡിലോട്ടൊക്കെ പോകുമല്ലോ. അപ്പം എനിക്ക് രസമൊക്കെ ഏറെ ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ ചോറുണ്ണാൻ. കപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറ് വിളമ്പിയിട്ടുണ്ട്, കപ്പ വിളമ്പി, പിന്നെ രസം ആവശ്യത്തിലേറെ കോരി തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്ലേറ്റ് എടുത്തത്. പിന്നെ മീൻ പറ്റിച്ചത് എടുത്തിട്ടുണ്ട്, മീൻ വറുത്തതും കൂടി എടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഇങ്ങനെയൊക്കെ ഇവിടെ വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കാൻ കേട്ടോ.